Hi dears, welcome to ACHUS DESIGN. ഇന്ന് നമ്മൾ ഒരു ഓൾ ഓവർ എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ 3 റൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ലീഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സിൽക്കി ത്രെഡ് ആണ് എടുത്തിട്ടുള്ളത്, അതുപോലെ പിങ്കിൻ്റെ തന്നെ 4 ഷെയ്ഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു 4 കളർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഓൾ ഓവർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇതുപോലെ ഓരോ റൗണ്ടിൻ്റെ അകത്തും ഞാൻ ഓരോ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലൈൻ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 6 സ്ട്രാൻഡ്സിലാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുക. ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഒരു ലൈനകത്തൂടെ കയറ്റുക. പിന്നെ അടുത്ത ലൈൻ വിട്ട് കൊടുക്കണം, പിന്നെ മൂന്നാമത്തെ ലൈന്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്പൈഡർ വെബ് റോസ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ബിഗിനേഴ്സിന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്, സ്റ്റിച്ചാണ് ഈ ഒരു സ്പൈഡർ വെബ് റോസ്. ഇത് നമുക്ക് യോക്കിൻ്റെ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്ലീവ് വർക്കിനും ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് കോട്ടൺ ത്രെഡ്സിലും നമുക്ക് ചെയ്യാം. അതുപോലെ ഈ ഒരു സിൽക്കി ത്രെഡിൽ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ. കാരണം സിൽക്കി ത്രെഡ് ആകുമ്പോൾ കുടുങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സ് ചെയ്ത് പഠിക്കുമ്പോൾ ആദ്യം തന്നെ കോട്ടൺ ത്രെഡിൽ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണിത്. കോട്ടൺ ത്രെഡിലാണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ 6 സ്ട്രാൻഡ്സിൽ തന്നെ നമുക്ക് ത്രെഡ് എടുക്കാം. ഇതിപ്പം ഞാൻ സിൽക്കി ത്രെഡിൽ എടുത്തിട്ടുള്ളത് ഞാൻ 3 സ്ട്രാൻഡ്സിൽ എടുത്തിട്ട് പിന്നെ 6 സ്ട്രാൻഡ്സ് ആക്കി എടുത്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ എങ്ങനെയാണ് സിൽക്കി ത്രെഡ് എടുക്കുന്നതെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സ്പൈഡർ വെബ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ വലിക്കാൻ പാടില്ല. വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്തൊന്ന് ചുരുങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വലിച്ച് നമുക്ക് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യരുത്. ഇനി നമ്മൾ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാനായിട്ട് സൈഡിലായിട്ടൊരു സ്റ്റെം സ്റ്റിച്ച് പോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴേക്ക് വലിച്ചിട്ട് നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം. ഇതാവുമ്പോൾ നമുക്കൊന്ന് ഫിക്സ് ആയിട്ട് നമുക്ക് ആ ഒരു സ്പൈഡർ വെബ് ഇരുന്നുള്ളൂ. നമുക്ക് താഴേക്ക് ലോക്കിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ലീഫാണ് ചെയ്യുന്നത്. ലേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഈ ഒരു ത്രെഡ് എടുത്തിട്ടുള്ളത് 6 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 സൈഡിലേക്ക് നമുക്ക് ലേസി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ലീഫ് കൂടി ചെയ്ത് കൊടുക്കാം. നമുക്ക് സെൻറ്ററിൽ ഞാൻ കുറച്ച് ഡോട്ട്സ് ഇട്ടൊക്കെ കണ്ടില്ലേ, അത് നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 ടൈംസ് നമുക്കൊന്ന് നീഡിലേക്കൊന്ന് ചുറ്റിയിട്ട് താഴേക്ക് വലിച്ചു കൊടുത്താൽ മതി. ഒരു എളുപ്പത്തിൽ ചെയ്യാവുന്ന ഡിസൈനാണ്. ഇനി ബാക്കി ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തിട്ട് കാണാം. ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഇതുപോലെ ഓൾ ഓവർ ഡിസൈൻ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.